ഞാൻ അതെല്ലാം എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങൾ വ്യാപകമായി തുടരുമായിരുന്നു. പക്ഷെ കേരളത്തിലെ ഭരണമാറ്റമാണ് അവരെ താൽക്കാലികമായി അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ലെങ്കിൽ വ്യാപകമായ തോതിൽ പോളിംഗ് കഴിഞ്ഞ ദിവസം ഒരു സംഭവവും പോളിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡലത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. കള്ളവോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടായി എന്നതൊഴികെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രകോപനവുമില്ലാതെയാണ് പോളിംഗ് കഴിഞ്ഞ ദിവസം ഈ വീട് ആക്രമിക്കുകയും അതുപോലെ തന്നെ കാറ് കത്തിക്കുകയും നിരവധി അക്രമ സംഭവങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ പോലീസ് പിന്നെ സമാധാന യോഗമൊക്കെ വിളിച്ചു ചേർത്ത് തൽക്കാലം നിന്നിട്ടുണ്ട്. കൗണ്ടിങ്ങിന് ശേഷം ഉണ്ടാകുമെന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ധാരണയുണ്ടായിരുന്നു. പോലീസും ആ നിലയിൽ തന്നെയാണ് അഭിപ്രായപ്പെട്ടിരുന്നത്. പക്ഷേ ഒന്ന്, ഈ വലിയ നിലയിലുള്ള പരാജയം, രണ്ട് ഗവൺമെന്റിന്റെ മാറ്റം, ഇത് രണ്ടും കൊണ്ടാണ് ഉണ്ടാകാതിരുന്നത് എന്നതാണ് ഞങ്ങളുടെ ഒരു അനുമാനം. തകർക്കപ്പെട്ട മതിൽ വിജയാഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. അല്ല, ഞങ്ങൾ ഈ മതിൽ പൊളിച്ച പോളിംഗ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത് പൊളിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളിവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഈ മതിൽ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ചുമരെഴുതാനുള്ള അനുവാദം തന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അത് പുനർനിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത അവരെ ഏൽപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുകയും അത് ഞങ്ങൾ കെട്ടിത്തരും എന്ന് അവരോട് പറയുകയും അത് അവരംഗീകരിക്കുകയും ചെയ്തു. വൈകിയതിനെക്കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കൗണ്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താണ് കേരളത്തിന്റെ പൊതു അവസ്ഥ, പയ്യന്നൂർ മണ്ഡലത്തിന്റെ അവസ്ഥ എന്നതൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്നൊരു ധാരണയിലാണ് അത് വൈകിയത്. ഏതായാലും ഇന്ന് ആ കാര്യം നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു FIR മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ബാക്കി 21 കേസിലും ഒരാളെ പോലും കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് ഇതേവരെ തയ്യാറായിട്ടില്ല. ഈ ഭരണമാറ്റമുണ്ടായപ്പോൾ പോലീസിനോട് ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടിയന്തരമായും ഈ കേസിൽ കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്ന നിലയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പ്രതികളെ കണ്ടെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഭരണത്തിന്റെ സ്വാധീനത്തിലാണ് പ്രതികളെ കണ്ടെത്തുന്നതിൽ നിന്ന് പോലീസ് പിന്നോക്കം പോയത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി അതുണ്ടാകില്ല. ആ നിലയിൽ കർശനമായ നിലപാട് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിയുക്ത പയ്യന്നൂർ MLA എന്ന നിലയിലുള്ള പ്രതീക്ഷകൾ കാര്യങ്ങളൊക്കെ അല്ല, അത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങള് പയ്യന്നൂർ മണ്ഡലത്തിൽ ഞങ്ങളിപ്പോൾ 3 പഞ്ചായത്തിൽ പര്യടനം നടത്തി, 4 പഞ്ചായത്തിൽ പര്യടനം നടത്തി. അപ്പോൾ അവിടെ നിന്ന് നിരവധി ആവശ്യങ്ങളാണ് ഉയർന്നു വരുന്നത് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ ഇടപെടാനും സാധിക്കത്തക്ക രീതിയിൽ ഈ പയ്യന്നൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ പാകത്തിലുള്ള ഒരു വിപുലമായ കൺവെൻഷൻ, ഒട്ടേറെ പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്ന വ്യക്തികൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപന ഭരണാധികാരികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടൊരു കൺവെൻഷൻ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ച് ഭാവി വികസനം എന്തായിരിക്കണമെന്ന് തീരുമാനിച്ച് അതിന് മുൻഗണന നിശ്ചയിച്ച് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതാണ് ഇപ്പോഴുള്ള ധാരണ. ഏറെ വൈകാതെ തന്നെ അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും. ഈ ജനാധിപത്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. അതിന്റെ ഒരു വലിയ ആത്മവിശ്വാസമുണ്ട് ഈ കൂട്ടായ്മയ്ക്ക്, അല്ലേ? ജനാധിപത്യം വീണ്ടെടുക്കാൻ പൂർണ്ണമായി കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. കാരണം കള്ളവോട്ട് ചെയ്തതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വ്യാജ കാർഡടിച്ച് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്, തെരഞ്ഞെടുപ്പ് ദിവസം കള്ളവോട്ട് ചെയ്തതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ്. അത് പൂർണ്ണമായും ഇല്ലാതായി എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അക്രമ സംഭവങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന് പറയാനും കഴിയില്ല. അത് പോലീസിന്റെ കർശനമായ നിലപാടിന്റെ ഭാഗമായി മാറ്റം വരേണ്ടുന്നൊരു കാര്യമാണ്. മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പയ്യന്നൂരിലെ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള തർക്കത്തിൽ എന്താണ് MLA എന്ന നിലയിൽ പറയാനുള്ളത്? അല്ല, പയ്യന്നൂരിലല്ലല്ലോ മുഖ്യമന്ത്രി തർക്കം, കേരളത്തിലാണല്ലോ.
അത് മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അവർ ഉചിതമായ സമയത്ത് ആ തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം. അതുകൊണ്ട് അതിലൊരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, അതിനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല.